സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂരും, കൊല്ലത്ത് നിന്ന് AV ജയശങ്കറും, കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനും ചേരുന്നു. ആദ്യം കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂരിലേക്കാണ്. ഗുഡ് മോർണിംഗ് അർജുൻ. ശക്തമായ മഴയാണ് പലയിടത്തും ഇപ്പോൾ തന്നെ. ഇനിയും മഴ തുടരും. 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് അറിയിപ്പുമുള്ളത്. വിവരങ്ങൾ എങ്ങനെ? ഗുഡ് മോർണിംഗ് ഷിഹാസൻ, ശ്രുതി. മധ്യ കേരളത്തിലും ശക്തമായ മഴ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പെയ്തത്. പ്രത്യേകിച്ച് ഇന്നലെ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ രാവിലെ മുതൽ തന്നെ പെയ്യുന്നുണ്ടായിരുന്നു. ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. അതേസമയം ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ അത് ഇടയ്ക്കിടയ്ക്ക് തുറക്കുമെന്ന മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരിയാറിന്റെ തീരത്തുള്ളവരൊക്കെ തന്നെ ശ്രദ്ധ പുലർത്തണം, ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവരടക്കം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണം എന്ന നിർദ്ദേശവും വന്നിരുന്നു. അതോടൊപ്പം തന്നെ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്കും സമാനമായ നിർദ്ദേശങ്ങളുണ്ട്. ശക്തമായ കാറ്റിനുള്ള സാധ്യതയും ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് കടലിൽ പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികൾ പൂർണ്ണമായും കടലിൽ പോകരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊച്ചി നഗരത്തിൽ ഇപ്പോൾ നിലവിൽ മഴ പെയ്യാത്ത സാഹചര്യമാണ്. നിലവിൽ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിലടക്കം മഴ പെയ്താൽ വലിയ വെള്ളക്കെട്ടും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരടക്കം ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. നിലവിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രിയും തുടർച്ചയായി തന്നെ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ കലൂരിൽ ചിലയിടങ്ങളിൽ മരം വീണ് വൈദ്യുതി അല്പനേരം മുടങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് എറണാകുളം ജില്ലയിലും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലും. പക്ഷേ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ഇപ്പോഴും പെയ്യുന്നുമുണ്ട്.